പിന്നെ അനുഭവങ്ങൾ പലതരത്തിലുണ്ട് ജീവിതത്തിൽ. പിന്നെ കവിത ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പലതുണ്ട്. കവിത ആലപിക്കാതല്ലാതെ എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു നല്ലൊരു ഗംഭീര അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കവിതയ്ക്ക് ഒരു വലിയ സമ്മാനം കിട്ടിയ അനുഭവമാണ്. ഒരു വലിയ അവാർഡ് കിട്ടി. അതായത് ഈ തിരുവനന്തപുരത്ത് തന്നെ വിഴിഞ്ഞത്ത് ഒരു കുഞ്ഞു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെടുത്തിയ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ പോകുമ്പോൾ അവിടെ നോട്ടീസൊന്നും വളരെ സാധാരണ ശ്രദ്ധിക്കാതെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ അവിടെ കയറി ഇരിക്കുമ്പോൾ നോട്ടീസ് നോക്കുമ്പോഴാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞാനും അവിടുത്തെ മോസ്കിലെ പ്രധാന പുരോഹിതനും പിന്നെ അവിടുത്തെ CSI ചർച്ചിൻ്റെ സെക്രട്ടറിയും ചേർന്നാണ് വിളക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ഇതാണ് ഏറ്റവും ഗംഭീരമായി എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഒരു നിലവിളക്ക് കൊളുത്താൻ ഈ മൗലവി തയ്യാറാവുന്നു എന്ന് പറയുന്നത്, അതുപോലെ എല്ലാവരും ചേർന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുക, എനിക്ക് വലിയ സന്തോഷം. ഈ വഴുക്കുന്ന വർത്തമാന കാലത്തിലെ അതൊരു വലിയ മാതൃകയായിട്ട് എനിക്ക് വല്ലാതെ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഈ സ്വാഗതം പറഞ്ഞ ആള് ഒരു കാര്യം, അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേത്രം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയുള്ള ഒരു മുസ്ലിം സഹോദരൻ കൊടുത്ത 4 സെൻറ്റ് സ്ഥലവും അവിടുത്തെ CSI സഭയുടെ സെക്രട്ടറി, ഇദ്ദേഹമല്ല 14 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു CSI ചർച്ചിൽ നിന്ന് 8 സെൻറ്റ് സ്ഥലവും അവിടുത്തെ ഒരു ഭക്തൻ കൊടുത്ത 10 സെൻറ്റ് സ്ഥലവും ചേർന്നതാണ് അവിടെ ആ ക്ഷേത്രം. പണ്ടുണ്ടായിരുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് വലുതാക്കാൻ അവിടുത്തെ വസ്തു വെറുതെ വിട്ടുകൊടുത്തത് ഒരു മുസ്ലിം സഹോദരനും ഒരു ക്രിസ്ത്യൻ സുഹൃത്തുമാണ്. ബാക്കി വേറൊരാളും കൊടുത്തു. ഇതിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അവരൊരു പുതിയ മണ്ഡപം ഒരു ഹാള് തുടങ്ങി. ഇപ്പോൾ ഒരു ചെറിയ ഹാള്. ആ ഹാളിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ഞാൻ കണ്ടു, മതസൗഹാർദ്ദ ഹാൾ എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പം നമ്മുടെ CSI ചർച്ചിൻ്റെ സെക്രട്ടറി ഗംഭീരമായിട്ട് സംസാരിച്ചു, പള്ളിയുടെ പുരോഹിതൻ നന്നായി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും വർത്തമാനമൊക്കെ പറഞ്ഞ് കവിതയൊക്കെ ചൊല്ലിയിരുന്നു. അപ്പം ഞാൻ ചൊല്ലിയ കവിത ഇതായിരുന്നു. ഈ മദേഴ്സ് ഡേ എന്നൊരു കവിത. അമ്മമാരെ ഇപ്പോൾ വയസ്സാവുന്ന ആളുകളെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾക്ക് ബാല്യം കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അവർ വാർദ്ധക്യം തരില്ല. അപ്പോൾ എല്ലായിടത്തും വൃദ്ധസാധനങ്ങളാണ്. അപ്പോൾ മാത്രമല്ല, എൻ്റെ ഈ പ്രവാസിയായ എൻ്റെ ഒരു സുഹൃത്ത് തനിക്ക് തൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് വേദനിച്ചൊരു എന്നോട് വർത്തമാനം പറഞ്ഞു. വലിയ ഉന്നത നിലയിൽ വിദേശ രാജ്യത്ത് കൊള്ളാവുന്ന ഒരു വിദേശ രാജ്യത്ത് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തെ എന്തുമാത്രം വേദനിച്ചും സന്തോഷത്തോടെയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അമ്മ വളർത്തി. പക്ഷേ ആ അർത്ഥത്തിൽ അമ്മയെ ഒരർത്ഥത്തിലും ആ പ്രായമായ കാലത്ത് കൊള്ളാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിൻ്റെ വേദന. അപ്പോൾ അതാണ് ഞാൻ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആ കവിത അവതരിപ്പിച്ചു. അപ്പോൾ കവിത അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വന്നു എന്ന് പറഞ്ഞ് 2 വാക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാറ് അവതരിപ്പിച്ച ഈ അമ്മമാരെക്കുറിച്ച് സാറ് ഈ കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ കമ്മിറ്റി പെട്ടെന്ന് കൂടി അവിടെ ഉണ്ടായിരുന്നവർ കൂടി ഒരു തീരുമാനത്തിലെത്തി. അത് അറിയിക്കാനാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു. എന്ന് പറയുന്നത്, ഈ അമ്മമാരെക്കുറിച്ചുള്ള സാറിൻ്റെ ഈ കവിത ഇവിടെ ചൊല്ലിയതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അമ്മമാർക്ക് ഫ്രീ ആയി സമൃദ്ധമായ സദ്യ നൽകും എല്ലാ ദിവസവും. അപ്പോൾ ഇനി മുതൽ ഈ പ്രദേശത്തെ ഏതമ്മയ്ക്കും ഇവിടെ വന്ന് സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം, എല്ലാ ഉച്ചയ്ക്കും കൊടുക്കാൻ തീരുമാനിച്ചു. സാറിൻ്റെ ഈ കവിതയുള്ള ആദരസൂചകമായി. അപ്പോൾ എനിക്ക് എൻ്റെ കവിതയ്ക്ക് കിട്ടുന്ന ജ്ഞാനപീഠമായിട്ടാണ് ഞാൻ ആ കാര്യത്തെ കാണുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. അത് ആ കവിതയിൽ ഞാൻ പറയുന്നത്, അമ്മമാർ എല്ലാ ദിനങ്ങളെയും ആഘോഷിക്കുന്നവരാ. പക്ഷെ അമ്മ അവിടെ കിടക്കും. പക്ഷെ മദേഴ്സ് ഡേ നമ്മൾ വേറെ രീതിയിൽ, അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു, അമ്മ വെട്ടത്തിൽ കളിക്കുന്നു നമ്മൾ, അമ്മ കളിപ്പാട്ടമായി പൊട്ടിച്ചിരിക്കുന്നു, അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, ആ മുതൽ ക്ഷാവര അക്ഷരച്ചിമിഴുകൾ, അമ്മ പാഠമാകുന്നു, പാഠപുസ്തകമാകുന്നു. പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവില കുമ്പിളാകുന്നു, സ്നേഹവാത്സല്യവും പാകത്തിനുപ്പുമായി പ്രാതലിൽ പിഞ്ഞാണ പാത്രമാകുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് അടുക്കളക്കോലായിൽ അമ്മ അടുപ്പായി ജ്വലിക്കുന്നു, അമ്മ ഉറക്കത്തിൽ ആകാശമാകുന്നു, കൂടെ കളിക്കുവാൻ നക്ഷത്ര കൂട്ടുകാർ,
ഓടിക്കളിക്കുമ്പോൾ ഓരോരോ ചുവടിലും വീഴല്ലേ വീഴല്ലേ എന്ന കണ്ണാകുന്നു. വിരലു തട്ടി ചോര പൊടിയുന്ന കാണുകൾ വിറയാർന്ന കണ്ണുകൾ ഗംഗയാകുന്നു. കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറ് ചായുന്നു. കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറു ചായുന്നു. പ്രഭാതം കടന്ന മുഖത്ത് നിന്നുച്ചയും പടിയിറങ്ങും. അമ്മ സന്ധ്യയാകുന്നു, അമ്മ സന്ധ്യയാകുന്നു. എത്തേണ്ടിടത്തെൻ്റെ മക്കളെ എത്തിയോ? എത്തി നോക്കുന്നുണ്ട് കത്തുന്ന ശൂന്യതയിൽ. എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ? ശക്തമാം ചില്ലയിൽ ചേക്കേറിയോ എന്ന് നിശ്വാസം ഓരോന്നിലും കാതു കൂർപ്പിച്ചു നിൽക്കുന്നു ദൂരമലഞ്ചരുവിൽ കണ്ണുകൾ. കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റു പകുത്തു പകുത്തു വയ്ക്കാറുണ്ട്. കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റു പകുത്തു പകുത്തു വയ്ക്കാറുണ്ട്. എത്ര വൈകി വന്നു ചേരിലും നിർവൃതി വച്ചു വിളമ്പുവാൻ അർത്ഥപ്രതീക്ഷകൾ. അമ്മ വിളക്കു കൊളുത്തുന്നു. എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ? എത്തി നോക്കുന്നുണ്ട് കത്തുന്ന ശൂന്യതയിൽ. എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തിമേലേക്കു പോകവേ. എത്തി നോക്കി എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തിമേലേക്ക് പോകവേ. മക്കൾ കൊടുത്തു വിട്ടോരു പുഷ്പചക്രത്തിൽ, മക്കൾ കൊടുത്തു വിട്ടോരു പുഷ്പചക്രത്തിൽ ചിത്രപതംഗങ്ങളായി രണ്ടു കണ്ണുകൾ മക്കളെ തേടി പറന്ന് ചിറകു കുഴയവേ. കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം. കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം. വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം. കത്തും വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും പൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ച് ചൊല്ലി ഹാപ്പി മദേഴ്സ് ഡേ. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കവിതകൾക്ക് അങ്ങനെ ചില അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു ഓർമ്മ എൻ്റെത്, എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ഉറക്കെ കവിത ചൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദേവസ്യ ജോസഫ് എന്നാണ്. അപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഈ SCRT എന്ന് പറയുന്ന നമ്മുടെ പാഠപുസ്തക ഗവേഷണ കേന്ദ്രത്തിൽ ഞങ്ങളുടെ വിഷയങ്ങളുടെ കോർ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായിരുന്നു. അപ്പം അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു. ഞങ്ങൾ അവിടെ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ നിറഞ്ഞു കിടക്കുന്നു. അദ്ദേഹം ഒരു ജനപ്രിയനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അവിടെ കയറി ഒരു നോക്ക് കണ്ട് ഞാൻ മാറി നിൽക്കുന്നു. അപ്പോൾ പള്ളിയിലെ പുരോഹിതന്മാർ വന്ന് അവിടെ പ്രാർത്ഥന നടക്കുന്നു. അവർക്കറിയാമല്ലോ, ഒരുപാട് ചടങ്ങില്ലേ. അപ്പോൾ ചടങ്ങ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കയറി വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖം നോക്കുന്നതിന് ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. അവളും അമ്മയും അനിയനും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ വേദനയോടെ. അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു, നിർത്തുക, എല്ലാം നിർത്തുക, പ്രാർത്ഥന മതി എന്നത് അവൾ പറഞ്ഞു ഉറക്കെ. ഫാദർ ഇങ്ങനെ മൈക്കിലൂടെ വലിയ സിസ്റ്റമൊക്കെ വെച്ച് മൈക്കിലൂടെ പ്രാർത്ഥന നടക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച് ആ മൂഡിൽ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടി ഉറക്കെ വിളിച്ച് പറഞ്ഞു, വേണ്ട, ഇനി പ്രാർത്ഥന മതി, ഇതുവരെയുള്ള പ്രാർത്ഥന എല്ലാം നിർത്തുക. പപ്പയ്ക്ക് പ്രാർത്ഥനകളല്ല ഇഷ്ടം, മുരുകൻ അങ്കിളിൻ്റെ കവിതയാണ്, മുരുകൻ അങ്കിൾ കവിത ചൊല്ലൂ എന്നാ കുട്ടി പറഞ്ഞു. എല്ലാവരും സ്തബ്ധരായി. കാരണം ഈ ചടങ്ങ് പൂർത്തിയായിട്ടില്ല. കുട്ടി അനുവദിക്കുന്നില്ല. കുട്ടി ബഹളം വെച്ചുകൊണ്ടിരുന്നു, നിർത്തൂ, എല്ലാവരും നിർത്തൂ, അച്ഛൻ മതിയാക്കൂ, പ്രാർത്ഥന നിർത്തൂ എന്ന് പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. അപ്പോൾ കുട്ടിയുടെ ശബ്ദം മാത്രമേ പിന്നെ ഉള്ളൂ. കുട്ടി വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, അങ്കിൾ, പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട എത്രയോ കവിത അങ്കിൾ പാടിക്കൊടുത്തിട്ടുണ്ട്. അങ്കിൾ, പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം അങ്കിളുടെ കവിതയാണ്, ഈ പ്രാർത്ഥനകളല്ല. അതുകൊണ്ട് ദയവായി അങ്കിൾ കവിത തരണം. ഞാൻ വല്ലാതെ ആയിപ്പോയി. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു കവിക്ക് കവിത ചൊല്ലാൻ കഴിയുന്നത്? പക്ഷേ എനിക്ക് ആ മോളുടെ, എൻ്റെ മോളെപ്പോലെ തന്നെ അവളിപ്പോഴും, അവളിപ്പോൾ MBBS കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവളുടെ ആ ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഫാദർ എന്നെ കയ്യിലേക്ക് അദ്ദേഹം മൈക്ക് എൻ്റെ കയ്യിൽ തന്നു.
ഞാൻ ചൊല്ലാൻ നിർബന്ധനായി. അങ്ങനെ ഞാൻ അവിടെ ചൊല്ലി. അതൊരു കാലത്ത് മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. അത് പിന്നെ കളഞ്ഞുപോയ സുഹൃത്തെന്ന് പറഞ്ഞ് പണ്ടെൻ്റെ ഒരു ഇതുപോലൊരു സുഹൃത്തിൻ്റെ വേർപാടുണ്ടായപ്പോൾ ഞാൻ എഴുതിയൊരു കവിതയുടെ വരികൾ ഞാൻ അവിടെ ചൊല്ലി. കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേ, നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത്, കടലു കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലുകൊണ്ടു കളം തീർത്തു നിൽക്കവേ, ചടുലവാക്കുകൾ കൊണ്ടെൻ്റെ തോളത്ത് മൃദുലമായി കൈകൾ ചേർത്തു നീ പുഞ്ചിരി വിതറി എന്നോട് ചൊല്ലി നീ സ്നേഹിത, താണ്ടിടാൻ കാതമേറെയുണ്ടെന്നുള്ള തോന്നലെന്നെ നയിക്കുന്നതിപ്പോഴും. പ്രളയമാണെനിക്കിന്നീ പ്രപഞ്ചവും പ്രണയവും നീ പറഞ്ഞു നിർത്തവേ, അകലെ മായുന്ന കടൽ മുഴക്കം കേട്ടു സമയമായി നമുക്കെന്നു ചൊല്ലി നീ, ഒടുവിൽ മഞ്ചാടി മുത്തു കൈവിട്ടോരു ചെറിയ കുട്ടി തൻ കഥയൊന്നുരച്ചു നീ, വിളറി വദനം വിഷാദം മറച്ചു നീ, കഥയിൽ മൗനം നിറച്ചിരിക്കുന്നതും ഇരുളിലില്ലാതെയാകുന്ന മാത്രയെ തപസ്സു ചെയ്യുന്ന ദിൽക്കിൽ നിൻ ഹൃദയവും, മിഴിയുമർപ്പിച്ചിരിക്കുന്ന കാഴ്ചയൻ മിഴികളന്നേ പതിപ്പിച്ചിതോർമതൻ, ചുവരിൽ ചില്ലിട്ടു തൂക്കി ഞാൻ ചിത്രമായി. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിലേ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി, ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിലേ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി, ഉത്തരമില്ലാത്ത നിന്റെ ചോദ്യങ്ങൾക്കൊരുത്തരം പോലെ ഈ പുകച്ചുരുളുകൾ, പിരിയുവാൻ എന്നിൽ ഒറ്റയ്ക്കു പാതകൾ പണിതു നീ യാത്ര ചൊല്ലി പിരിഞ്ഞുപോയി, ഒരു കൊടുങ്കാറ്റുയർത്തി നീ എരിയുന്ന ചിത, കരിമ്പുകച്ചുരുളുണർത്തിയിടുന്ന പഴയ തീരത്തിരുന്നു ഞാൻ കാണുന്ന കനവിൽ നീ പുഞ്ചിരിക്കുന്നു പിന്നെയും. അപ്പോൾ ഈ കവിത യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഏറ്റവും വലിയ വേദനയായിട്ട് നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ ചൊല്ലേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കവിത നമ്മളെ വേദനിപ്പിക്കുകയും കവിത നമ്മളെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യും. കവിത ചിലപ്പോൾ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും കവിത തന്നിട്ടുണ്ട് ധാരാളം. സന്തോഷിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദുഃഖിപ്പിക്കുന്ന ഇതുപോലത്തെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കവിത ഞങ്ങൾക്ക് റിലാക്സേഷനാണ്. അതുകൊണ്ട് തന്നെ കവിത തുടരണം, ചൊല്ലൽ തുടരണം. ഇതേപോലെ നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള നിങ്ങളുടെ ചൊല്ലൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് എങ്ങനെയാണ് വന്ന് പതിക്കുന്നതെന്നുള്ളത് ഈ കവിതയുടെയൊക്കെ വ്യൂവർഷിപ്പ് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതും നമ്മുടെ ഒരു ജനകീയതയുടെ അടിസ്ഥാനമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശക്തമായ കവിതകളും പ്രതിഷേധങ്ങളും ഇനിയും തുടരണം. അപ്പോൾ പ്രോഗ്രസീവായിട്ടുള്ളൊരു കവിയായിട്ട് തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. താങ്ക് യു.